ചേന്നമ്പള്ളിപ്പുറത്ത് ഓണത്തെ വരവേൽക്കാൻ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും തൈനടിയിൽ ഉദ്ഘാടനം നടന്നു. ഒരു വാർഡുകളുടെ ഉദ്ഘാടനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ചൊരു ഗ്രൂപ്പായിട്ടല്ല നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ NRGS പദ്ധതിപ്പെടുത്തിക്കൊണ്ട് സുഭിക്ഷ കേരള പദ്ധതിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിവിടെ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം തൈകളിപ്പോൾ നമ്മൾ സൗജന്യമായിട്ട് തന്നെ കൃഷി വകുപ്പ് മുഖാന്തരവും നമ്മളല്ലാണ്ട് നമ്മൾ എടുത്തു തന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വളം മാത്രം നിങ്ങൾ തന്നെ എടുത്താൽ മതി. ബാക്കി നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം. നമ്മൾ ഹരിതസ്നേഹം പദ്ധതി പ്രകാരം നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഏകദേശം 15ഓളം ഗ്രൂപ്പുകൾ നമ്മളെ പല വാർഡിൻ്റെ പ്രദേശത്ത് ഗ്രൂപ്പ് നല്ല രീതിയിൽ ജൈവ കൃഷിക്ക് ചെയ്തതാണ്. നല്ല രീതിയിലുള്ള ഈട് ഉൾപ്പെടെ ലഭിച്ചാണ്, മത്സരിച്ചാണ് അന്ന് കൃഷി ചെയ്തത്. അതിൽ ഏറ്റവും നല്ല ഗ്രൂപ്പിന് ഉൾപ്പെടെ നല്ലൊരു പ്രോത്സാഹന സമ്മാനം ഉൾപ്പെടെ നമ്മുടെ പഴയൊരു ചെല്ലപ്പൻ ചേട്ടനുണ്ടായിരുന്നു കൃഷിക്കാരൻ. പുള്ളി ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു തുക ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തൊക്കെ നമ്മൾ നടത്തുകയാണ്. വളരെ വാശിയോടെയാണെന്ന് 15 ഗ്രൂപ്പുകളും ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഇങ്ങോട്ട് എടുത്ത് ചെയ്യാത്ത ഒരു സ്ഥിതി വന്നിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം നമ്മൾ പൂക്കൃഷി, ബന്ദികൃഷി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ എനിക്കൊന്ന് ബ്ലോക്കിൽ തന്നെ ഏറ്റവും നല്ലൊരു ബന്ദികൃഷിയായിട്ട് പാടമായിട്ട് നമുക്ക് മാറ്റാൻ സാധിച്ചു. അതും അന്ന് ഒരു ഗ്രൂപ്പുകളും ഏറ്റെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ADSൻ്റെ പ്രവർത്തകരെ അത് നിർബന്ധ ബുദ്ധിയാൽ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അവരെ ഏറ്റെടുത്ത് ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് ഏറ്റെടുത്ത് വളരെ മികച്ച രീതിയിലാണ് അവർ കൃഷി ചെയ്യുന്നത്. അത് ആ സമയങ്ങൾ ഓണത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് പൂ കിട്ടാൻ അല്പം വൈകി, കാരണം അത് നടിയിൽ നമ്മളല്പം വൈകിപ്പോയത് കൊണ്ട് തന്നെ തിരുവോണ സമയങ്ങളിൽ ഉൾപ്പെടെ പൂ കിട്ടാനുള്ളൊരു ബുദ്ധിമുണ്ടായി. അതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടിയത്. ആ സമയത്ത് വില കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സമയമാണ്. ഇപ്പോൾ ബന്ദിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ തൊഴിലുറപ്പ് ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തായാലും നമ്മൾ 10-30 ദിവസത്തെ പണി ചെയ്യുന്നുണ്ട്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ വടക്കങ്കര ജംഗ്ഷന് സമീപം വാർഡിലെ ഹരിതസ്നേഹം കാർഷിക സംഘത്തിലുള്ള 15ലധികം കൃഷി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് ഓണക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചത്. പച്ചക്കറി കൃഷിയുടെയും പൂക്കൃഷിയുടെയും തൈനടിയിൽ ഉദ്ഘാടനം ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് നിർവഹിച്ചു. പാണാവളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ GV രജി, കൃഷി ഓഫീസർ അശ്വതി വിശ്വനാഥ്, വാർഡ് വികസന സമിതി അംഗം PG രമണൻ, ആത്മ അസിസ്റ്റന്റ് ടെക്നോളജി മാനേജർ സജിമോൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പള്ളിപ്പുറത്താണെങ്കിൽ പോലും ഒരു കാലത്ത് കൃഷിയുടെ വീട്ടിലുമായിരുന്നെങ്കിൽ പിന്നീട് അതെല്ലാം നഷ്ടപ്പെട്ട് പാടങ്ങളെല്ലാം നികത്തപ്പെട്ട ഒരവസ്ഥയായിരുന്നു. പക്ഷേ കുറച്ച് കാലമായിട്ട് കാർഷിക രംഗത്ത് ഇപ്പോൾ നമ്മുടെ വാർഡിൽ തന്നെയാണ് നമ്മൾ നടത്തിയ ഒരു വലിയ പ്രവർത്തനം. 50ഓളം ഏക്കർ ഭൂമി പല സ്ഥലത്തായിട്ട് നമുക്ക് ഉണ്ട്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. വളരെ വലിയ രീതിയിൽ കാർഷിക പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് അത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ ബന്ധപ്പെട്ടാകുമ്പോൾ പദ്ധതി കഴിയുമ്പോൾ ഫണ്ട് വാങ്ങിച്ച് പിരിയുന്ന അവസ്ഥയാണ്. കൃഷിയോടുള്ള ഒരു താല്പര്യമല്ല, മറിച്ച് തൊഴിലോട് താല്പര്യം മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് കൃഷിയെ സ്നേഹിക്കുവാനും മണ്ണിനെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറിയാൽ മാത്രമേ ഇതിന് മാറ്റം വരാൻ കഴിയൂ. ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും നല്ല കർഷകരായിട്ടുള്ള ഒരു നാടാണ് നമ്മളിപ്പോൾ. അപ്പോൾ അത്രയേറെ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് പോലും ന്യായമായ വില കിട്ടുന്ന തരത്തിലേക്ക് പള്ളിപ്പുറം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഹരിതത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റ് നാടൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിലയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.